ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി ലഭിക്കുന്ന കുങ്കുമത്തിൽ അറിയാതെ പോലും ഈ 3 തെറ്റുകൾ ചെയ്യരുത്. അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റ് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളും വന്നു ചേരുന്നതാണ്. നിങ്ങളൊരു ദേവീ ഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമൻറ്റ് ചെയ്യുക. പൊതുവായി എല്ലാ ക്ഷേത്രങ്ങളിലും പ്രസാദമായി കുങ്കുമം ലഭിക്കുക പതിവാണ്. ഇങ്ങനെ ലഭിക്കുന്ന കുങ്കുമത്തിൽ ഈ 3 തെറ്റുകൾ ചെയ്യരുത്. ഒന്നാമതായി, ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി ലഭിച്ച കുങ്കുമം നെറ്റിയിൽ അണിഞ്ഞ ശേഷം ബാക്കിയുള്ള കുങ്കുമം ക്ഷേത്രത്തിലെ തൂണിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് ഭിത്തിയിലോ മറ്റും തേച്ച് വെക്കുന്നത് വളരെ വലിയ പാപമാണ്. രണ്ടാമതായി, ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന കുങ്കുമം കയ്യിൽ നിന്നും താഴെ വീഴുവാൻ പാടില്ല. കാരണം താഴെ വീണ കുങ്കുമത്തിൽ ചവിട്ടിയാൽ വലിയ ദോഷമാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത്. മൂന്നാമതായി, വിവാഹിതരായ സ്ത്രീകൾ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന കുങ്കുമം ആദ്യം താലിയിൽ തൊട്ട ശേഷമാണ് നെറ്റിയിൽ തൊടേണ്ടത്. ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.